ആദ്യനും അന്ത്യനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനുമായ ശ്രേഷ്ഠമേറിയ തൻ്റെ അധികാരം ഉള്ള നല്ല ദൈവം ഒരു പുതിയ പ്രഭാതം നമ്മൾക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ചു. ഈ നല്ല ദിവസം അവനെ സ്തുതിച്ചുകൊണ്ട് ആകട്ടെ നമ്മുടെ ആരംഭം. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യരോട് കൂടെ ദൈവം വസിക്കുന്നു, അവർ അവൻ്റെ ജനമായും അവർക്കവൻ ദൈവമായും ഇരിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നോടും നിങ്ങളോടും കൂടെയിരിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് അല്പമായി കൂടെയിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്നും എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടെ വസിക്കുക, ദൈവത്തോടു കൂടെ ഇരിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ദൈവവചനം പറയുന്നു, ആദത്തിനെ ഹൗവയെ സൃഷ്ടിച്ചതിന് ശേഷം വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ കൂടെ നടന്നു. മനുഷ്യ, നീ എവിടെയെന്ന് ആദത്തെ വിളിച്ചു. പതിവ് പോലെ താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ കാണുവാൻ തൻ്റെ സൃഷ്ടിയുടെ അടുക്കിലേക്ക് ദൈവം വന്നപ്പോൾ അവർ ദൂരെ ഒരു മരത്തിൻ്റെ മറവിൽ മറിഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ, ഈ കാലങ്ങളിൽ എൻ്റെ സ്നേഹനിധിയായ യേശുപ്പൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളോടുകൂടി ഇരിപ്പാൻ, നമ്മളോടുകൂടെ സമയങ്ങളെ ചെലവഴിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. സുവിശേഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അവൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മളുടെ സമയങ്ങളാണ്. നമ്മുടെ സമ്പത്തുകൾ, നമ്മുടെ മറ്റെന്തെങ്കിലും, നമ്മുടെ ആരോഗ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുത്തേക്കാം, നല്ലത് തന്നെ. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് കൂടിയിരിക്കുന്ന സമയങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം 42-ാമത്തെ വാക്യം വായിക്കുന്നു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ഇവിടെ ഒരു ഭവനത്തിൽ 2 സഹോദരിമാരെ കാണാം. ഒരാൾ യേശു കർത്താവ് അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ വന്ന യേശുവിനും കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ സ്വീകരണങ്ങൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ഒരുപാട് അധ്വാനിച്ചു ഓടി നടന്ന് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അതിനെ എതിർത്തില്ല, കർത്താവ് ഒന്നും പറഞ്ഞില്ല. എന്നാൽ ആ വീട്ടിൽ തന്നെ മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു, അവളുടെ പേര് മറിയ. യേശു വന്നപ്പോൾ മുതൽ അവൾ യേശുവിൻ്റെ അടുക്കലിരിക്കുകയും യേശുവിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ തൻ ശ്രദ്ധയോടെ കേൾക്കുകയും കർത്താവിനോട് സംസാരിക്കുകയും ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ആയിരുന്നു. മാർത്ത അവസാനം പറഞ്ഞു, ഇവിടെ ഞാൻ ഇത്രയും അധ്വാനിക്കുമ്പോൾ ചുമ്മാ അവിടെ കുത്തിയിരിക്കാതെ എന്നെ വന്ന് സഹായിക്കുവാൻ എൻ്റെ സഹോദരിയായ മറിയോട് പറഞ്ഞാലുമെന്ന് യേശുവിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് നല്ല അംശം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും പ്രവർത്തികളായിരിക്കുകയില്ല ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ളത്. നമ്മൾ ദൈവത്തിന് സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും അവൻ്റെ സന്നിധിയിൽ അവൻ്റെ വായിൽ നിന്ന് അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നമ്മൾ ഏൽപ്പിക്കുന്നതുമാ ദൈവത്തിന് ഏറ്റവും സന്തോഷം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമ്മൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു കാര്യം ഉറപ്പ് പറയാം, നീ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നവനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ, മനുഷ്യരുടെ മുന്നിൽ മുട്ടുകുത്തുവാനോ മനുഷ്യരുടെ മുന്നിൽ വീണു പോകുവാനോ ദൈവം നിങ്ങളെ സമ്മതിക്കുകയില്ല. 2 തരത്തിലുള്ള ആളുകളുണ്ട്. ചിലർ കർത്താവിൻ്റെ അടുക്കൽ, ദൈവമേ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെയെല്ലാം ആണ് എന്ന് പറഞ്ഞ് വലിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി അവരവർ ചെയ്തതിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് മുന്നിൽ ഇരിക്കും. ഒരു രാജാവിനെ പോലെ അവർ ദൈവസേനയിൽ കടന്നു ചെല്ലും. എന്നാൽ തിരിച്ചവർ പോകുമ്പോൾ ഒന്നും കിട്ടാതെ, ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാതെ വെറും കൈയോടെ മടങ്ങിപ്പോയേക്കാം. എന്നാൽ വേറെ ചിലർ ഒരു ഭിക്ഷക്കാരെ പോലെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, അവൻ്റെ സ്നേഹത്തിന് വേണ്ടി, അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, അവൻ്റെ ആത്മാവിന് വേണ്ടി ചോദിച്ച്
തങ്ങളെ തന്നെ നീതീകരിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടും അവൻ്റെ ബലത്തിൽ ആശ്രയിച്ചും ഒരു ഭിക്ഷക്കാരെ പോലെ ഒരു ആവശ്യബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലും. അവർ നിശ്ചയമായും ഒരു രാജാവിനെ പോലെ എല്ലാമുള്ളവരായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവർ മടങ്ങി വരും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കൃപയിൽ ഏൽപ്പിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ പ്രമോദം, അവൻ്റെ ഇഷ്ടം, അവൻ്റെ താല്പര്യം മനുഷ്യരോട് കൂടിയായിരുന്നു. അതേ, ഈ സാക്ഷാലുള്ള ദൈവത്തിൻ്റെ താല്പര്യം നിങ്ങളോട് കൂടിയിരിക്കുന്നത്, എൻ്റെ മക്കളോട് ചേർന്നിരിക്കുന്നത്, അവരോട് സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ പറയുന്നത് കേൾക്കുന്നു. അതാണ് നല്ല പ്രാർത്ഥന. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ധാരാളമായി ഉണ്ടാകട്ടെ. അതേ, പ്രാർത്ഥനയിൽ നമുക്ക് ഉണരാം. ദേശത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. സകലത്തിനും ഏതിനും ഉത്തരം തരുന്ന നല്ല യേശുവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ ബലത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.